നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. വാട്ടർ എഫിഷ്യന്റ് തൃശൂർ എന്ന പദ്ധതി ജൂൺ 16-ന് 11:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് മേയർ MK വർഗീസ്. തൃശൂർ ജില്ലാ ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂക്കര സാരഥിയുടെ നേതൃത്വത്തിൽ ഒല്ലുതൃക്കോവ് ചെറുകുളകര കല്യാണ മണ്ഡപത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുട്ടനല്ലൂർ ഹൈലൈറ്റ് മാളിൽ ബർഗർ ഷോപ്പിൽ തീപിടുത്തം. അഗ്നിശമന സേനയെത്തി തീ അണച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കുന്നതിനായി വെറ്റ് പദ്ധതി നാടിനായി സമർപ്പിക്കുമെന്ന് മേയർ MK വർഗീസ് അറിയിച്ചു. തൃശൂർ വാട്ടർ സ്കീം ഉദ്ഘാടനം നടന്നത് 1962-ൽ. 2015 വരെ ഈ പദ്ധതിയെ വിപുലീകരിക്കാൻ ഭരണാധികാരികൾ ഒന്നും ചെയ്തില്ല. കുടിവെള്ള കണക്ഷനുകൾ ഗാർഹിക ആവശ്യത്തിനായും വാണിജ്യ ആവശ്യത്തിനായും നിരവധി അനുവദിക്കുകയും വെള്ളത്തിന്റെ ഉപഭോഗം കൂടുകയും ചെയ്തു. 2015-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന് കൌൺസിലും തുടർന്ന് വന്ന 2020-ലെ കൌൺസിലും കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ പ്രഥമ പരിഗണന നൽകി. നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. കരാറുകാർ ലോറിയിൽ കുടിവെള്ളം കൊടുത്തുകൊണ്ടിരുന്നത് നിർത്തലാക്കുകയും ബദൽ സംവിധാനം ഏർപ്പെടുത്തുകയും കോർപ്പറേഷനുണ്ടായിരുന്ന ചീത്തപ്പേര് മാറ്റാനും അഴിമതി പൂർണ്ണമായും ഒഴിവാക്കാനും സാധിച്ചു. പീച്ചി ഡാമിൽ നിന്ന് ജലമെടുത്ത് ട്രീറ്റ് ചെയ്ത് തേക്കിൻകാട് മൈതാനത്തുള്ള ഓവർഹെഡ് ടാങ്കിൽ എത്തിച്ച് 18,500 ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന സിസ്റ്റം പൂർണ്ണമായും ഓൺലൈനിലാക്കി എവിടെ നിന്നു വേണമെങ്കിലും കാണാവുന്നതും യഥാസമയം പരിശോധിച്ച് പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കാനാകുന്ന വിധത്തിലുള്ള സംവിധാനമാണ് വാട്ടർ എഫിഷ്യന്റ് തൃശൂർ എന്ന പദ്ധതി. ജലത്തിന്റെ വരവിൽ അളവ് കുറഞ്ഞാലും ലൈനിൽ ലീക്ക് ഉണ്ടെങ്കിലും ആരെങ്കിലും അനധികൃതമായി ജലം എടുക്കുന്നുണ്ടെങ്കിലും ഈ സംവിധാനം വഴി ഉടനടി പരിഹാരം കാണാം. കൃത്യമായി ട്രീറ്റ് ചെയ്ത ശുദ്ധജലം കൃത്യതയോടുകൂടി എത്തിക്കുന്നതിന് സാധ്യമാകും. സംസ്ഥാനത്താദ്യമായാണ് ഇത്തരമൊരു വാട്ടർ എഫിഷ്യന്റ് പദ്ധതി. ശുദ്ധജലം എല്ലാവർക്കും യഥാസമയം എത്തിക്കുക എന്നത് കോർപ്പറേഷന്റെ കടമയായി കരുതിയാണ് ഇടതുപക്ഷ കൌൺസിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. 5.59 കോടി രൂപ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുള്ളത്. ULCC ആണ് കോർപ്പറേഷന് വേണ്ടി പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. 4000 സ്മാർട്ട് മീറ്ററുകൾ, ജലത്തിന്റെ ഗുണനിലവാരം ഓൺലൈനായി പരിശോധിക്കാനുള്ള സംവിധാനം തുടങ്ങിയവ ഒരുക്കുന്നതിന് അമൃത് 2.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെറ്റ് 2.0 എന്ന പ്രവൃത്തി കൂടി തൃശൂർ കോർപ്പറേഷൻ വിഭാവനം ചെയ്തു. വെറ്റിന്റെ സമർപ്പണം മേയർ MK വർഗീസിന്റെ അധ്യക്ഷതയിൽ തിങ്കളാഴ്ച രാവിലെ 11:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. റവന്യൂ മന്ത്രി K രാജൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്, കേന്ദ്ര പെട്രോളിയം ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ സുരേഷ് ഗോപി, തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ ചടങ്ങിന്റെ ഭാഗമാകും. ആകെക്കൂടി നമ്മുടെ കേരളത്തിനകത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയാവുന്നതെല്ലാം കുടിവെള്ള വിതരണവും അതുപോലെ തന്നെയാണ് വൈദ്യുതി വിതരണവും നടത്തുന്ന ഏക കോർപ്പറേഷൻ തൃശ്ശൂർ. അപ്പോൾ നമ്മൾ ഇത് ഈ വെള്ളം കൊടുത്തു തുടങ്ങിയിട്ട് 1962 മുതൽ മുനിസിപ്പാലിറ്റി ഉണ്ടായിരുന്ന കാലം മുതൽ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ഭരണസമിതികൾ പലതും മാറി മാറി വന്ന് കണക്ഷൻ കൊടുക്കുന്ന കാര്യത്തിൽ അത് ഗാർഹിക കണക്ഷനും വാണിജ്യ കണക്ഷനുകൾ കുറിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. 14.5 MLD ട്രീറ്റ്മെന്റ് പ്ലാന്റ് പീച്ചിയിൽ സ്ഥാപിക്കുകയും അന്ന് കാലഘട്ടത്തിൽ വളരെ പഴക്കം ചെന്ന പൈപ്പുകൾ സ്ഥാപിച്ചുകൊണ്ട് വെള്ളം ഇതുപോലെ തന്നെ നമ്മുടെ ടാങ്കിനകത്തേക്ക് എത്തിക്കുകയും ഇവിടെ നിന്ന് കുടിവെള്ളം കൊടുക്കുന്നതിന് വേണ്ടി സാധാരണക്കാരന് കുടിവെള്ളം പൈപ്പ് പരമാവധി കൊണ്ടുപോയി വാണിജ്യ ലെവലിലും അതുപോലെ തന്നെ ഗാർഹിക ലെവലിലും പൈപ്പ് ഇട്ട് കൊടുത്താൽ അവർക്ക് കുടിവെള്ളം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. 2015 വരെ നമുക്കറിയാം, ഇതിനു മുമ്പ് ഇവിടെ വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് കോടിക്കണക്കിന് രൂപയുടെ ബുദ്ധിമുട്ടാണ് നമുക്കറിയാം. എന്നും കോടിക്കണക്കിന് രൂപ നഷ്ടം ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷമാണ് പുതിയ ഭരണസഭ 2015 അധികാരത്തിൽ വന്നത്. ആ അധികാരത്തിൽ വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഒരു എല്ലാവരും കുടിവെള്ളം എല്ലാവർക്കും കൊടുക്കണം, നല്ല കുടിവെള്ളം കൊടുക്കാൻ ഉത്തരവാദിത്വം കോർപ്പറേഷൻ ഏറ്റെടുത്തു. അന്ന് മുതൽ തുടങ്ങി വെച്ചൊരു പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം നമുക്ക് മൊത്തമായിട്ട് 18,500 കൺസ്യൂമറാണ് നമുക്കുള്ളത്. നമ്മൾ അറിയാം, പീച്ചിയിൽ പുതിയ MLD ട്രീറ്റ്മെന്റ്
പ്ലാന്റ്, അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പമ്പിംഗ് സിസ്റ്റം തുടങ്ങി. അതോടൊപ്പം തന്നെ വെള്ളം നമ്മളിൽ നിന്ന് വന്ന് ഇവിടെ നമുക്ക് 18,500 കൺസ്യൂമർക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആ വെള്ളം കൊടുക്കുമ്പോൾ നമുക്കറിയാം, വെള്ളം അവർക്ക് പൂർണ്ണമായി ശുദ്ധീകരിച്ച വെള്ളം കൊടുക്കേണ്ട ഉത്തരവാദിത്വം കോർപ്പറേഷൻ. അതിനാണ് ഈ ഒരു പദ്ധതി നമ്മൾ ഉണ്ടായിരിക്കുന്നത്. ഈ പദ്ധതി വാട്ടർ എഫിഷ്യൻസി തൃശ്ശൂർ എന്ന് പറഞ്ഞ ഈ പദ്ധതിയുടെ പേര് 5.5 കോടി രൂപ ഇതിനകത്ത് അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, ഇതിന്റെ ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന വെള്ളം എവിടെയെങ്കിലും പൊട്ടിപ്പോകുകയോ അല്ലെങ്കിൽ ആരെങ്കിലും വെള്ളം ഇതിനകത്ത് നിന്ന് എടുത്തുകൊണ്ട് പോവുകയോ, അതുപോലെ തന്നെ ഈ നമുക്ക് വെള്ളം ഏതെങ്കിലും കാരണവശാൽ മറ്റു വഴികളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റാവുന്ന ഒരു സാഹചര്യം ഇത് അമൃത് 2ന്റെ ആദ്യത്തെ ഒരു പ്രോഗ്രാം. സെക്കൻഡ് ഫേസിൽ നമ്മൾ ഇത് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്, കാരണം വെള്ളം അവിടെ ശുദ്ധീകരിച്ച വെള്ളം നമുക്ക് ലഭിക്കണം എന്നുള്ളൊരു തീരുമാനത്തിന്റെ ഭാഗമായി 17.5 കോടി രൂപ ഉൾപ്പെടുത്തിക്കൊണ്ട് അമൃത് 2 ഈ പറയുന്ന നമ്മുടെ വെറ്റ് 2.0 കണക്കാക്കി അടുത്ത പദ്ധതി നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഉൾപ്പെടുത്തി ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്കറിയാം, ഏറ്റവും വലിയ വാട്ടർ അതോറിറ്റിക്ക് പോലും കേരളത്തിന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പ്രഥമ ഒരു പദ്ധതി 300ാമത്തെ കർമ്മപദ്ധതിയായിട്ടാണ് കോർപ്പറേഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ പദ്ധതിയിൽ കൂടി ഇനി തൃശ്ശൂർ മുനിസിപ്പാലിറ്റി, പഴയ മുനിസിപ്പാലിറ്റി പ്രദേശത്തുള്ളവർക്ക് കുടിവെള്ളം, നല്ല കുടിവെള്ളം കൊടുക്കുന്നതിന് ശുദ്ധീകരിച്ച കുടിവെള്ളം കൊടുക്കുകയും വളരെ എഫിഷ്യൻസി വെള്ളം ഇവിടെ പൊട്ടിപ്പോകാതെ ഇതിനകത്ത് സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതനുസരിച്ച് വെള്ളം അവർക്ക് ഒരു തുള്ളി വേസ്റ്റ് പുറത്തു പോകാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നമ്മൾ 16-ാം തീയതി 11 മണി 11:30 ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇവിടെ അത് നിർവഹിക്കും. അതിന് നിങ്ങളെല്ലാവരും സാക്ഷികളാണ്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഞങ്ങൾ വിളിച്ചു നടത്തിയത്. പലരും മറ്റു ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു മെഡിക്കൽ കോളേജ് മറ്റും ആണെങ്കിലും ഇതിനും കൂടി പ്രാധാന്യം കൊടുക്കണം. ഇത് ചരിത്ര സംഭവമാണ് എന്നുകൂടി ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. തൃശൂർ ജില്ലാ ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CAGU ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും നടത്തി. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏരിയ പ്രസിഡന്റ് KS ശശിധരൻ അധ്യക്ഷത വഹിച്ചു. CWFI അഖിലേന്ത്യാ സെക്രട്ടറി ഷീല അലക്സ്, ഏരിയ പ്രസിഡന്റ് T ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി CJ ജോയ് സ്വാഗതവും കൃഷ്ണവേണി ജയൻ നന്ദിയും അറിയിച്ചു. തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായി ജില്ലയിലെ എല്ലാ ഏരിയ അടിസ്ഥാനത്തിലും ഇതുപോലെയുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നാളെയാണ് ജില്ലാ സമ്മേളനം മാള ആളൂർ വെച്ചിട്ടാണ് നടത്തുന്നത്. അതിന് മുന്നോടിയായി ഒരുവിധ എല്ലാ ഏരിയകളിലും ഇതുപോലുള്ള ക്യാമ്പുകൾ നടത്തിവരുന്നുണ്ട്. ഭാരത് സ്കൗട്ട്സ് ചാവക്കാട് ജില്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ യൂണിറ്റിലെ സ്കൗട്ട് ഗൈഡ് വിഭാഗം യൂണിറ്റ് ലീഡർമാർക്കുള്ള യോഗ പരിശീലനവും നേതൃത്വ പരിശീലന ക്ലാസും നടത്തി. വിവിധ ഉപജില്ലകളിൽ നിന്നുള്ള 150 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. അവരവരുടെ വിദ്യാലയങ്ങളിൽ സ്കൗട്ട് ഗൈഡ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകും. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന സമ്മേളനം വടക്കാഞ്ചേരി ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി പോളി മാസ്റ്ററുടെ അധ്യക്ഷതയിൽ AICC ഗൈഡ് വിഭാഗം ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. പുല്ലാങ്കുഴൽ ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ മുരളി നാരായണൻ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ സെക്രട്ടറി ബിനോയ് T മോഹൻ സ്വാഗതവും PK ഭാസ്കരൻ മാസ്റ്റർ നന്ദിയും അറിയിച്ചു. യോഗ പരിശീലനത്തിന് ബെന്നി കുണ്ടന്നൂർ നേതൃത്വം നൽകി. പരിശീലനത്തിന് സ്കൗട്ട് വിഭാഗം ജോസ് മാസ്റ്റർ, ഗൈഡ് വിഭാഗം സിസ്റ്റർ ജിസ്പ്രിയ എന്നിവർ നേതൃത്വം നൽകി. സിന്ധു ബാലൻ, മേരി KC, ബീന യോഹന്നാൻ, രാഹുൽ C ചുങ്കത്ത്, സെപ്നി എന്നിവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി ഗൈഡ് ക്യാപ്റ്റൻ പ്രീതി ടീച്ചറും ഗൈഡ് വിദ്യാർത്ഥികളും പരിശീലനത്തിന് പിന്തുണ നൽകി. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് ചാവക്കാട് ജില്ലാ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പട്രോൾ ലീഡേഴ്സ് ട്രെയിനിങ് ക്യാമ്പാണ് ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൽ വെച്ചിട്ട് വടക്കാഞ്ചേരി വെച്ച് നടക്കുന്നത്. ഇവിടെ പ്രധാനമായി ഓരോ യൂണിറ്റിൽ നിന്നും 2 കുട്ടികൾ, ഒരു യൂണിറ്റിൽ നിന്ന് 2 കുട്ടികളെ വീതം ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. ഒരു വർഷത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് അവർക്ക് അവബോധം ഉണ്ടാക്കാനാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രോഗ്രാമിൽ യോഗയെക്കുറിച്ചും മ്യൂസിക്കിനെ കുറിച്ചും ജൂൺ 21 യോഗ ഡേ മ്യൂസിക് ഡേയുടെ അനുബന്ധിച്ച് അതിനുള്ളൊരു ക്ലാസ്സുകൾ കൂടി കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്.
അധ്യാപകരും സ്കൗട്ട് ഗൈഡ് ഒരുമിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് തൃശൂർ അശ്വിനി ആശുപത്രിയും നഴ്സിംഗ് കോളേജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. അശ്വിനി ആശുപത്രി ചെയർമാൻ പ്രദീപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് ഡയറക്ടർ കെ സുഗതൻ, വൈസ് ചെയർമാൻ MU ഉണ്ണികൃഷ്ണൻ, AS ധർമ്മൻ, IN രാജേഷ്, ജനറൽ മാനേജർ PK രാജു, ബ്ലഡ് ബാങ്ക് ഓഫീസർ ഡോക്ടർ രവീന്ദ്രനാഥ്, PRO സന്തോഷ് കോലഴി, NSS പ്രോഗ്രാം ഓഫീസർമാരായ സ്റ്റൈനി ലിജോ, വിനീത് ഗോപി എന്നിവർ പങ്കെടുത്തു. മിന്നും വിജയം കരസ്ഥമാക്കി തൃശൂർ ജവഹർ നവോദയ വിദ്യാലയം. 2024-25 അധ്യയന വർഷത്തിൽ 10ാം ക്ലാസ് 12ാം ക്ലാസ് CBSE പരീക്ഷകളിലാണ് ദേശീയ തലത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കിയത്. 100% വിജയം കരസ്ഥമാക്കി ഹൈദരാബാദ് റീജിയനിൽ സ്കൂൾ 1ാം സ്ഥാനം നേടി. 12ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ 71 വിദ്യാർത്ഥികളും 100% ഡിസ്റ്റിങ്ഷൻ കരസ്ഥമാക്കി. 10ാം ക്ലാസ്സിൽ 77 വിദ്യാർത്ഥികളിൽ 75 പേരും ഫസ്റ്റ് ക്ലാസും 64 പേർ ഡിസ്റ്റിങ്ഷനോടെ ഫസ്റ്റ് ക്ലാസും നേടി. 12ാം ക്ലാസ് സയൻസ് വിഷയത്തിൽ വിദ്യാർത്ഥികളായ VR സഞ്ജയ്, അനികേത് രാജേന്ദ്രൻ, ജനക് സി ജോബി എന്നിവരും 12ാം ക്ലാസ് കൊമേഴ്സ് വിഷയത്തിൽ വിദ്യാർത്ഥികളായ ബസന്ത് ബാലു, PV ശബരിനാഥ്, വേദ ദേവൻ എന്നിവരും 10ാം ക്ലാസ് പരീക്ഷയിൽ AM അവന്തിക, K കാർത്തിക എന്നിവരും 97% മുകളിൽ മാർക്കുകൾ കരസ്ഥമാക്കി. തൃശൂർ ജവഹർ നവോദയ വിദ്യാലയത്തിനുള്ള മികച്ച വിജയം കരസ്ഥമാക്കിയ പുരസ്കാരം ഹൈദരാബാദിൽ നടന്ന പ്രിൻസിപ്പൽ കോൺഫറൻസിൽ വെച്ച് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ N ദിനേശ് ഏറ്റുവാങ്ങി. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO ക്വാളിറ്റി സ്പെസിഫൈഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കുട്ടനല്ലൂർ ഹൈലൈറ്റ് മാളിൽ പ്രവർത്തിക്കുന്ന ബർഗർ ഷോപ്പിൽ തീപിടുത്തം. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് കുട്ടനല്ലൂർ ഹൈലൈറ്റ് മാളിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഹഗ്മഗ് ബർഗർ ഷോപ്പിലെ പാചകപ്പുരയിൽ തീപിടുത്തമുണ്ടായത്. പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന എണ്ണ കത്തിപ്പടരുകയായിരുന്നു. തീ പടർന്നതോടെ ജീവനക്കാർ പെട്ടെന്ന് പുറത്തു കടന്നു. വിവരമറിയിച്ച് തൃശൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് ഉടൻ തീയണച്ചു. ഫയർഫോഴ്സിന്റെയും ജീവനക്കാരുടെയും സംയോജിതമായ ഇടപെടലിൽ ആർക്കും അപായമുണ്ടായില്ല. ഒല്ലൂർ പോലീസും സ്ഥലത്തെത്തി. ഒല്ലൂക്കര സാരഥിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഒല്ലൂത്തൃക്കോവ് ചെറുകുളങ്ങര കല്യാണ മണ്ഡപത്തിൽ നടന്നു. ക്ലബ് പ്രസിഡന്റ് കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ രാഹുൽ ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ശക്തി ഭവൻ പാലിയേറ്റീവ് ഡോക്ടർ എമറിൻ ഫ്രാൻസിസ് ക്യാമ്പിനെ കുറിച്ച് വിശദീകരിച്ചു. സൗജന്യ നേത്ര പരിശോധനയും ഉണ്ടായിരുന്നു. ഡെന്റൽ ക്യാമ്പ്, ജനറൽ OP, BP, ലാബ് പരിശോധന, എക്കോ, ECG എന്നിവയും സൗജന്യമായി നടത്തി.
നിരവധി പേർ പങ്കെടുത്തു. ക്ലബ് മെമ്പർ രാജേഷ് സ്വാഗതവും സെക്രട്ടറി രോഹിത് നാരായണൻ നന്ദിയും അറിയിച്ചു. ഇന്ന് നമ്മൾ ഈ ക്യാമ്പ് നടത്താൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയാം. നമുക്ക് ഇപ്പം എവിടെ നോക്കിയാലും രോഗങ്ങൾ വർദ്ധിച്ചു വരാണ്. അപ്പോൾ ഒരു സ്റ്റേജ് വിട്ടിട്ട് നമ്മളെന്താ രോഗം നിർത്തിയൊക്കെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഒരുപാട് പാടാണ്. ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു പനിയായിട്ട് പോവുകയാണെങ്കിലും ഒരു 12,000 രൂപ ചിലവാണ് തിരിച്ചു വീട്ടിലേക്ക് വരാൻ പറ്റില്ല. പക്ഷെ അതാണ് ഗുരുതര അവസ്ഥയിൽ ഇപ്പം നിങ്ങൾ പോവുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 40,000 രൂപ നിങ്ങളുടെ ചിലവാകും. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനത്തെ മെഡിക്കൽ ക്യാമ്പ് വരുമ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് നിങ്ങളുടെ ബോഡി ഫുൾ ചെക്കപ്പ് ചെയ്ത് എന്തെങ്കിലും രീതിയിൽ അസുഖങ്ങൾ വരുന്നുണ്ടോ, അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ തുടക്കമാണോ, അത് കൺട്രോളിലാണെന്നുണ്ടെങ്കിൽ മുന്നേ കൂട്ടി അറിഞ്ഞിട്ട് ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാത്തതാണ്. എല്ലാ അസുഖത്തിനും വരുന്നതല്ല ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ്. നിങ്ങൾ ജീവിതശൈലി മാറി. ചാലക്കുടി ഗവൺമെന്റ് വനിതാ ITIയിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക് മെക്കാനിക്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഇന്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ എന്നീ ട്രേഡുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി അപേക്ഷിക്കുക. 100 രൂപയാണ് ഫീസ്. ജൂൺ 20 വരെ അപേക്ഷകൾ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ടത് 8943053764 എന്ന നമ്പറിലാണ്. പൊങ്ങണംകാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷിച്ചു. വെള്ളിയാഴ്ച ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് ഫാദർ ജോൺസൺ അന്തിക്കാട് മുഖ്യ കാർമ്മികനായി. വികാരി ഫാദർ ജോബി ചുള്ളിക്കാടൻ, ഡീക്കൻ നിതിൻ താഴത്ത് എന്നിവർ സഹകാർമ്മികരായി. അന്തോണീസ് പുണ്യവാളന്റെ നൊവേനയും പ്രദക്ഷിണവും നടന്നു. ചടങ്ങുകൾക്ക് കൈക്കാരന്മാരായ ജോഷി ചെറുമഠം, ജോഷി വടക്കൂട്ട്, ജോഷി മാരിപ്പുറത്ത് എന്നിവർ നേതൃത്വം നൽകി. നേർച്ച ഭക്ഷണ വിതരണവും നടന്നു. ഒല്ലൂർ അകം സാംസ്കാരിക വേദിയും കോർപ്പറേഷൻ ലൈബ്രറിയുടെയും നേതൃത്വത്തിൽ വിക്ടർ ഹ്യൂഗോവിന്റെ പാവങ്ങൾ എന്ന നോവലിന്റെ മലയാള വിവർത്തനത്തിന്റെ 100ാം വാർഷികം ഒല്ലൂരിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഒല്ലൂർ കോർപ്പറേഷൻ സോണൽ ഓഫീസിൽ വെച്ച് ഞായറാഴ്ച വൈകിട്ട് പ്രൊഫസർ SK വസന്തൻ ഉദ്ഘാടനം ചെയ്യും. ഡിവിഷൻ കൌൺസിലർ CP പോളി അധ്യക്ഷത വഹിക്കും. എഴുത്തുകാരി ലിസി, നാടക സംവിധായകൻ ശശീന്ദ്രൻ നടുവിൽ, അഗസ്റ്റിൻ കുട്ടനല്ലൂർ, ആൻഡോ ജോൺ എന്നിവർ പങ്കെടുക്കും. പ്രശസ്ത കവിയും സിനിമാ ഗാന രചയിതാവുമായിരുന്ന P ഭാസ്കരൻ മാസ്റ്ററുടെ 1964 മുതൽ 95 വരെയുള്ള അനശ്വര ഗാനങ്ങളുടെ ആലാപനം നടക്കും. വാർത്താ സമ്മേളനത്തിൽ അകം സാംസ്കാരിക വേദി പ്രസിഡന്റ് ആൻഡോ ജോൺ, എക്സിക്യൂട്ടീവ് മെമ്പർ രാജീവ് മങ്ങാട്ട്, സെക്രട്ടറി A ജോസ്, കോർപ്പറേഷൻ ലൈബ്രറി എക്സിക്യൂട്ടീവ് മെമ്പർ ജയൻ C ചിറ്റാട്ടിൽ, അകം സാംസ്കാരിക വേദി വൈസ് പ്രസിഡന്റ് PS സുരേഷ് എന്നിവർ പങ്കെടുത്തു. നെല്ലിക്കുന്ന പള്ളിക്ക് എതിർവശമുള്ള BSNL സ്ഥാപിച്ചിരുന്ന ജനറേറ്ററിന്റെ ഉള്ളിൽ തീപിടിച്ചു. സേന ജനറേറ്ററിൽ വെള്ളം സ്പ്രേ ചെയ്ത് തീ പൂർണ്ണമായും അണച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറുടെ നേതൃത്വത്തിലാണ് തീ അണച്ചത്. മറ്റൊരിടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. കോട്ടൺ മുണ്ടിന് JBC, കസവ് സാരിക്ക് JBC, കാവിലുങ്കിക്ക് ജിൻഡോസ്, ഫോർമൽ ഷർട്ടിന് അൽത്തോബി. JBC ജിൻഡോസ്, അൽത്തോബി. വ്യക്തിത്വത്തെ നെയ്തെടുക്കുന്നു. JBC, ബിന്ദുസ്, അൽത്തോബി. JB കമ്പനി ഉൽപ്പന്നം, ഈറോഡ്. വാർത്തകൾ തുടരുന്നു. അച്ഛനെയും അച്ഛമ്മയെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡി അശ്വിൻ റിമാൻഡിൽ. കൊരട്ടി പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽപ്പെട്ട ഗല്ലറ്റിന്റെ മകൻ അശ്വിനെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അമൃതരംഗൻ, സബ് ഇൻസ്പെക്ടർമാരായ ഷാജു, സുമേഷ്, ത്രേസ്യ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. റബ്ബർ മരങ്ങൾ മോഷണം നടത്തിയ കേസിൽ 3 പ്രതികൾ അറസ്റ്റിൽ. ഹാരിസൺ മലയാളം എസ്റ്റേറ്റിന്റെ ചൊക്കന ഡിവിഷനു കീഴിലുള്ള ഫീൽഡിലേക്ക് അതിക്രമിച്ചു കയറി മരങ്ങൾ മുറിച്ചെടുത്ത്
വാനിൽ കയറ്റി മോഷണം ചെയ്ത് കടത്തിക്കൊണ്ടുപോയ സംഭവത്തിലാണ് പ്രതികൾ അറസ്റ്റിലായത്. വെള്ളിക്കുളങ്ങര നായാട്ടുകുണ്ട് സ്വദേശി ഷാജു, വെള്ളിക്കുളങ്ങര ചൊക്കന സ്വദേശി രൂപൻ, വെള്ളിക്കുളങ്ങര നായാട്ടുകുണ്ട് സ്വദേശി അനന്തു എന്നിവരെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്റ്റേഷൻ ഇൻസ്പെക്ടർ കൃഷ്ണൻ കെ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സതീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വെളുത്തൂർ സ്വദേശി ആലങ്ങാട്ട് വീട്ടിൽ രഞ്ജിത്തിനെ ആക്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. മുൻവൈരാഗ്യത്തിന്റെ പേരിലാണ് ആക്രമണം നടന്നത്. സംഭവത്തിൽ രഞ്ജിത്തിന്റെ തലയിൽ മുറിവേറ്റു. വെളുത്തൂർ സ്വദേശി തൃപ്പാക്കൽ വീട്ടിൽ ബിനീഷ്, മനക്കൊടി ആശാരിമൂല സ്വദേശി സുരാഗ് എന്നിവരെ കൈനൂരിൽ നിന്നാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുബിൻ KS നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡിലാക്കിയത്. സെക്യൂരിറ്റിയെ കെട്ടിയിട്ട് സ്ഥാപനത്തിൽ നിന്ന് പണം കവർച്ച ചെയ്ത കേസിലെ പ്രതികളിൽ ഒരാളെ മധ്യപ്രദേശിൽ നിന്ന് അതിസാഹസികമായി പിടികൂടി. തൃശൂർ പുഴയ്ക്കൽ ലുലു ജംഗ്ഷനിൽ സെക്യൂരിറ്റിയെ കെട്ടിയിട്ട് ഭീഷണിപ്പെടുത്തി ഫോൺ കൈവശപ്പെടുത്തി സ്ഥാപനത്തിൽ നിന്ന് പണം കവർച്ച ചെയ്ത കേസിലെ പ്രതികളിൽ ഒരാളായ മധ്യപ്രദേശ് കാർഗോൺ ജില്ലയിലെ ചാൺപൂർ സ്വദേശി കിഷൻ യാദവിനെയാണ് അന്വേഷണ സംഘം അതിസാഹസികമായി മധ്യപ്രദേശിൽ നിന്ന് പിടികൂടിയത്. മെയ് 31-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിച്ച് അതിസാഹസികമായി പ്രതിയെ പിടികൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അബ്ദുൾ റഹ്മാൻ, സബ് ഇൻസ്പെക്ടർമാരായ സിസിൻ ക്രിസ്ത്യൻ രാജ്, ബിജു പോൾ, ASI പഴനിസ്വാമി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അഖിൽ വിഷ്ണു, ശ്രീജിത്ത്, അരുൺ, സുശാന്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. വാട്ടർ എഫിഷ്യന്റ് തൃശൂർ എന്ന പദ്ധതി ജൂൺ 16-ന് 11:30-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് മേയർ MK വർഗീസ്. തൃശൂർ ജില്ലാ ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂക്കര സാരഥിയുടെ നേതൃത്വത്തിൽ ഒല്ലുതൃക്കോവ് ചെറുകുളകര കല്യാണ മണ്ഡപത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുട്ടനല്ലൂർ ഹൈലൈറ്റ് മാളിൽ ബർഗർ ഷോപ്പിൽ തീപിടുത്തം, അഗ്നിശമന സേനയെത്തി തീ അണച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.